നമസ്കാരം. റിയൽ ന്യൂസ്. ഗാന്ധിമാർഗ സംഘടനയായ ഏകതാ പരിഷത്ത് മധ്യമേഖല കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ഉള്ളിയേരിയിൽ നടന്നു. ഉള്ളിയേരി വായനശാലയ്ക്ക് സമീപം ആരംഭിച്ച ഓഫീസിൻ്റെ ഉദ്ഘാടനം അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ പി.വി. രാജഗോപാൽ നിർവഹിച്ചു. സംസ്ഥാന ചീഫ് ഓർഗനൈസർ അഡ്വക്കേറ്റ് സുജാത എസ്. വർമ്മ മുഖ്യപ്രഭാഷണം നടത്തി. ഗാന്ധി മാർഗ സംഘടനയായ ഏകതാ പരിഷത്ത് മധ്യമേഖല കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനമാണ് ഉള്ളിയേരിയിൽ നടന്നത്. ഉള്ളിയേരി വായനശാലയ്ക്ക് സമീപം ആരംഭിച്ച ഓഫീസിൻ്റെ ഉദ്ഘാടനം അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ പി.വി. രാജഗോപാൽ നിർവഹിച്ചു. ധാർമ്മികത ആർക്കും കൊടുക്കാൻ കഴിയില്ല, പണം ആർക്കും കൊടുക്കാൻ കഴിയും, പദവി ഒരാൾക്കും കൊടുക്കാൻ കഴിയും. ഈ ധാർമ്മികത എങ്ങനെ നേടും മനുഷ്യൻ? അതിന് ലൈഫ് ലോങ് വർക്കാണ് ധാർമ്മികത നേടുക. ഒരു മോറൽ പവറായിട്ട് സമൂഹത്തിൽ വളരണമെങ്കിൽ ലൈഫ് ലോങ് വർക്കാണ്. സിമ്പിളായി ജീവിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, സാക്രിഫൈസ് ചെയ്യുക, അല്ലേ, ത്യാഗം സഹിക്കുക. ത്യാഗത്തിൽ കൂടി മാത്രമേ ഈ മോറൽ പവറായിട്ട് വളരാൻ കഴിയും. അപ്പോൾ സുബ്രഹ്മണ്യൻ്റെ ജീവിതം മുഴുവൻ ഗാന്ധിയെക്കുറിച്ച് ചിന്തിക്കുമെന്നാൽ ഗാന്ധിജി ഒരു പൊളിറ്റിക്കൽ പവറല്ല, അദ്ദേഹം പ്രധാനമന്ത്രിയൊന്നും ആയിരുന്നില്ല, അദ്ദേഹം ഒരു എക്കണോമിക് പവറും അല്ല, അദ്ദേഹത്തിന് കുറേ പണവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു മോറൽ പവർ. ഇന്നും നല്ല ജോലികൾ ചെയ്യുന്നവരെ ലോകത്തെല്ലാവരെയും ഗാന്ധി എന്ന് വിളിക്കും, അല്ലേ? ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി എസ്.എൻ. സുബ്ബറാവുജിയുടെയും റാൻസിംഗിൻ്റെയും ഫോട്ടോകൾ ചടങ്ങിൽ വെച്ച് അദ്ദേഹം അനാച്ഛാദനം ചെയ്തു. യോഗത്തിൽ ഏകതാ പരിഷത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പപ്പൻ കന്നാട്ടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ചീഫ് ഓർഗനൈസർ അഡ്വക്കേറ്റ് സുജാത എസ്. വർമ്മ മുഖ്യ പ്രഭാഷണം നടത്തി. ഏകതാ പരിഷത്തിൻ്റെ ജില്ലാ പ്രസിഡന്റായി രാജൻ കോപ്പുറത്തിനെ തെരഞ്ഞെടുത്തു. മഹിളാ മഞ്ജു സാരഥികളായി മാവുള്ളകണ്ടി സിത്താര, M.K. നിഷ തുടങ്ങിയവരെയും തെരഞ്ഞെടുത്തു. സുമ ബാലകൃഷ്ണൻ, മനോജ് കുമാർ, ബഷീർ കുറ്റ്യാടി, O.K. ശാന്ത, സെക്രട്ടറി ബീന ചന്ദ്രൻ, ബഷീർ താമരശ്ശേരി, രാമനാഥ് മലപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.